ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓണത്തിനും വിഷുവിനൊക്കെ മലയാളികൾ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സ്പെഷ്യൽ വിഭവമാണ് സദ്യ സ്പെഷ്യൽ ബോളിയുടെ റെസിപ്പി. അതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ കുറച്ച് മിസ്റ്റേക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഞാനൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾ പലർക്കും ഇതിൽ കൂടുതലായിട്ട് ഇതിലും നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഞാനിവിടെ കാണിച്ചിട്ടുള്ള മെത്തേഡാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് അതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ആദ്യം ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന അതുപോലെ നമ്മളൊന്ന് കുഴച്ചെടുക്കും. അതിനേക്കാളും കുറച്ച് ലൂസായിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ആദ്യം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കളർ ചേർക്കാൻ വിട്ടുപോയി. അപ്പോൾ കളറിന് വേണ്ടിയിട്ട് നമുക്ക് ഫുഡ് കളറോ മഞ്ഞൾപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു നുള്ള ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. ഇതാദ്യം ചേർക്കേണ്ടതായിരുന്നു, പക്ഷേ വിട്ടുപോയി. ഇനി ഇത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ പൊടി ഇട്ടിട്ടാണ് പലകയിലൊക്കെ പരത്തിയെടുക്കുന്നതാണെങ്കിൽ ഇത്രയും ലൂസിൽ കുഴച്ചെടുക്കണ്ട. ഞാനിപ്പോൾ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടി കുഴച്ചിട്ട് ഇത് നമ്മളൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് പൊടി ഇട്ടിട്ട് പലകമേൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റില്ല. ഞാനിത് കവർ വെച്ചിട്ട് അതിനുള്ളിൽ വെച്ചിട്ട് ഒന്ന് കൈകൊണ്ടോ അല്ലെങ്കിൽ ഒരു നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന ഒരു കുഴൽ കൊണ്ടോ ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തന്നെയാണ് ഞാൻ ഇത്രയും ലൂസായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണോ ഇതിൻ്റെ കറക്റ്റ് മാവ് കുഴച്ചെടുക്കുന്നത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്തെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് മൂടി വെച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട കടലപ്പരിപ്പ് ഒന്നില്ലെങ്കിൽ നമുക്ക് തലേന്ന് രാത്രി ഒന്ന് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം കുക്കറിലൊന്ന് ഒരൊറ്റ വിസിലിൽ ഞാനിത് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് വെന്ത് അലിഞ്ഞ് പായസത്തിനൊക്കെ വേവിച്ചെടുക്കുന്ന പോലെ വേവിച്ചെടുക്കണ്ട. ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. അപ്പോൾ നമുക്ക് ശർക്കരയ്ക്ക് പകരമായിട്ട് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 5 ശർക്കര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഉരുകി ഒന്ന് ശർക്കര പാവാക്കി റെഡിയാക്കി എടുക്കണം നമുക്ക്. അപ്പോൾ ശർക്കര നന്നായിട്ട് മെൽറ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചെറുപയർ പരിപ്പ് അരച്ചത് ഇട്ട് കൊടുക്കാം, കടലപ്പരിപ്പ് അരച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടലപ്പരിപ്പ് നന്നായിട്ട് വെന്തതിന് ശേഷം ഞാൻ ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയില്ലാണ്, നന്നായിട്ട് തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ചെറുതായിട്ടൊരു പൊടി പോലെയൊക്കെ തരിയുണ്ട്, എങ്കിലും അധികം തരിയൊന്നും ഇല്ലാണ്ട് സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ശർക്കര പാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്ക പൊടിച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ക്ലിപ്പ് എന്നേക്കൊന്ന് മിസ്സായി പോയതാണ്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുക. കണ്ടില്ലേ, ചെറുതായിട്ട് തരിയൊക്കെ ഉണ്ട്. ഇങ്ങനെ തരി ഇല്ലാണ്ടെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. കാരണം നമ്മൾ ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഓരോ ചെറിയ ബോളാക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ തരി ഉണ്ടെങ്കിൽ നമ്മൾ കുഴച്ചെടുത്ത് നമ്മൾ അത് പരത്തിയെടുക്കുന്ന സമയത്ത് മാവിൻ്റെ പുറത്തേക്ക് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് തരിയൊന്നും കൂടാതെ അരച്ചെടുക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ മാവ് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു മീഡിയം സൈസ് കുറച്ച് വലിയ ബോളുകളാക്കി ഞാൻ എടുക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് കട്ടിയില്ലാണ്ടല്ല, കുറച്ച് കട്ടിക്ക് തന്നെയാണ് ഒന്ന് പരത്തിയെടുക്കുന്നത്. ഓരോ ബോളുകളാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമ്മുടെ കയ്യിൽ തന്നെ ഒന്ന് വെച്ച് പരത്തിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കടലപ്പരിപ്പും ശർക്കരയും കൂടി അതിനെ മാവ് ഓരോ ബോളുകളാക്കി ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് 4 വശം ഇതുപോലെ ഒന്ന് നമുക്ക് നന്നാക്കി റൗണ്ടാക്കി എടുക്കാം.
നല്ലതുപോലെ കുറച്ച് കട്ടിയിലെടുത്താലേ മാവ് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുമ്പോൾ ശരിക്കും നമുക്ക് ബോളാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ ആക്കിയെടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് നമ്മുടെ ഫില്ലിങ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ബാക്കിയുള്ള മാവ് ഇതുപോലെ ഓരോ ബോളുകളാക്കി എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫില്ലിങ് വെച്ചുകൊണ്ട് പുറത്തേക്ക് വരാത്ത രീതിയിൽ വേണം, കുറച്ച് കട്ടിക്ക് തന്നെ നമ്മളിത് ബോളാക്കി എടുക്കുക. അല്ലെങ്കിൽ ആ പരത്തി എടുക്കുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. നല്ലതുപോലെ മാവ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചെണ്ണം ഇതുപോലെ ഇവിടെ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കൈകൊണ്ട് പരത്തിയെടുത്താലും മതി. ഞാനൊരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് ഒരു കവർ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ മാവ് ഓരോന്ന് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിയൊക്കെ പരത്തുന്ന കുഴൽ വെച്ചിട്ട് 4 വശവും ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് പ്രസ് ചെയ്തിട്ട് അങ്ങോട്ട് പരത്തിയെടുക്കരുത്. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ ഫില്ലിംഗ് ഒക്കെ പുറത്തേക്ക് വരും. അപ്പോൾ ഞാൻ 4 വശവും ഒരേ കട്ടിക്ക് തന്നെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ കടലപ്പരിപ്പ് അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് തരിയോട് കൂടി അരച്ചെടുക്കരുത്. അങ്ങനെയാകുമ്പോൾ ഇതുപോലെ പരത്തിയെടുക്കുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ കടലപ്പരിപ്പൊക്കെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ അരച്ചെടുത്തപ്പോൾ ചെറുതായിട്ട് തരിയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് അവിടെ എവിടെയായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ തരി കാണുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല പെർഫെക്റ്റായിട്ടും തന്നെ കടലപ്പരിപ്പ് അരച്ചെടുക്കാൻ നോക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് പതുക്കെ നമുക്ക് എടുക്കാം. മാവ് നല്ല സോഫ്റ്റാണ് നമ്മുടെ, അതുകൊണ്ട് തന്നെ നമുക്ക് പതുക്കെ എടുക്കാനേ പറ്റുള്ളൂ. എന്നിട്ടൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെയ്യോ ഓയിലോ, നെയ്യാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇടുക ആദ്യം തന്നെ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് നമുക്കിവിടെ ബോളി ചുട്ടെടുക്കാം. ഇതിന് മേളിൽ വേണമെങ്കിൽ നമ്മൾ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറേശ്ശെ ആയിട്ട് ഒന്ന് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഇത്രയും കട്ടിക്ക് തന്നെ പരത്തിയിട്ട് കണ്ടില്ല, നമ്മളെ ഉള്ളിലത്തെ മാവ് പുറത്തേക്കൊന്നും വന്നിട്ടില്ല എങ്കിൽ അതിങ്ങനെ കാണാൻ കഴിയും നമുക്ക്. അപ്പോൾ ഒരുപാട് തിന്നായിട്ട് പരത്തി എടുക്കരുത്, അപ്പോൾ അത് പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. 2 വശം നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. കുറേശ്ശെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ ബോളി നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് പരത്തി എടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സേമിയ പായസമോ പരിപ്പ് പായസമോ എന്ത് വേണേലും നമുക്ക് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ കടലപ്പരിപ്പിൻ്റെ പായസം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഒരുപാട് ലെങ്തി ആവും. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എല്ലാം ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് സമയം പിടിക്കും. ഒരുപാട് സിമ്പിളായിട്ടൊന്നും നമുക്കിത് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയത് കൊണ്ടാണോ എന്താ എനിക്കറിയില്ല, കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനിവിടെ പരിപ്പ് പായസം എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റായിരുന്നു, നല്ല ടേസ്റ്റും ആയിരുന്നു കഴിക്കാൻ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കഴിച്ച് നോക്കുക, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. എല്ലാവരും ഈ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു. ബൈ ഫ്രം ഷാനസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്.